ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസ്. ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാർഡ് ഐഡിയാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് ഒരു സിംഗിൾ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു വെളുകളാന്നിരിക്കുന്ന പേപ്പർ, കാരണം ഞാനൊരു ഫ്ലവേഴ്സ് വരച്ചായിരുന്നു, പക്ഷേ എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ മാറ്റിയൊരു ബുള്ളറ്റ് ജേർണൽ ബുക്കിൽ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതിന് ഞാനിപ്പം ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ഒരു കാർഡായിട്ട് കൊടുക്കാൻ പോവാണ്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാർഡിൽ നമ്മൾ ജെൽ പെന്നൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്വീറ്റ് മെസ്സേജസൊക്കെ എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എന്തായാലും കൊടുക്കുന്ന ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു കാർഡ് ഐഡിയേൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ വേറെയും കുറച്ച് ഐഡിയാസൊക്കെ കാണിക്കുന്നുണ്ട്. ഐഡിയാസ് മാത്രമല്ല, അതിലെഴുതിയിരിക്കുന്ന പല തോട്ട്സും കാണിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് ഐഡിയാസ് തോന്നി, അപ്പം ഞാൻ ചെയ്യുന്ന ഐഡിയാസാണ്. കളർ പേപ്പേഴ്സ് വെച്ചിട്ടാണത് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു വേസ്റ്റ് സംഭവം വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ലോട്ടി ചോക്കോപ്പേ. അപ്പോൾ അതിൻ്റെ ഒരു കവർ വെച്ചിട്ടും ഒരു സിമ്പിളായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഐഡിയാസൊക്കെ ഞാൻ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം എക്സാംസ് അങ്ങനത്തുള്ള പല കാര്യങ്ങളും വരുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിലേ വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൾക്ക് ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ മിണ്ടാതിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ എക്സാംസ് ഇടയ്ക്കിടയ്ക്കുണ്ട്, പിന്നെ സ്റ്റഡീസും പിന്നെ വേറുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ പിറകെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ എന്തായാലും ശ്രമിക്കണമായിരിക്കും നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് ഡേ കാർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയർവെല്ലിനോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കിട്ടില്ലായിട്ടുള്ള, എന്തായാലും നിങ്ങൾ കൊടുക്കുന്ന ആൾ ഇതിനെ വലിച്ചെറിയില്ല, സൂക്ഷിച്ച് വെക്കും എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വലിയ കോസ്റ്റൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് ഐഡിയയും കൂടെയാണ് ഈ ഒരു കാർഡ് ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്, നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല ലോട്ടി ചോക്കോപ്പയുടെ, അത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത്. അപ്പം മറന്നു പോകുന്നവരുണ്ട് കേട്ടോ, കുറച്ച് പേര് നോട്ട് സബ്സ്ക്രൈബ്ഡ് കാണാറുണ്ട് ഞാൻ പലപ്പോഴും. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പിന്നെ ചിലർക്ക് വേണ്ടിയിട്ട് ബൈ ബൈ ഒക്കെ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ എക്സാംസ് ആവാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എഴുതുന്നുണ്ട്. അതാണിപ്പോൾ ഈ ഒരു ടാഗിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.